ഹായ് ഗൈസ്. സോ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയ കഥ പറയാം. 2 വർഷത്തിന് ശേഷമാണ് ഞാൻ അവളെ കണ്ടുമുട്ടുന്നത്. സോ ഇതാണ് എൻ്റെ ഫ്രണ്ട് അശ്വിൻ. സോ അശ്വിൻ്റെ കൂടെ നമ്മൾ ആദ്യം ഒരു കോഫി കുടിച്ചു, പിന്നെ ഈ ഒരു സാധനം കഴിച്ചു. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് ആക്ച്വലി നല്ല എരിവൊക്കെയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ളിൽ ചിക്കൻ ഫില്ല് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ അശ്വിൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ വണ്ടി എടുത്ത് കറങ്ങാൻ പോയി. എവിടെ പോകണമെന്നുള്ള ചോദ്യം ഇങ്ങനെ കുറേ നേരം ആലോചിച്ച് ലാസ്റ്റ് നമ്മൾ ചെന്നെത്തിയത് ഇവിടെയാണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ. അങ്ങനെ അവിടെ പോയി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കുറേ ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുത്തു. അടിപൊളി വൈബാണ്. അപ്പം നോക്കുമ്പോൾ ഈ ഒരു കുഞ്ഞൻ അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തു. അപ്പം ഇവിടെ ഈ കുളത്തിൻ്റെ ഭാഗത്ത് ഭയങ്കര ഫോട്ടോ സെക്ഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളും കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ പതുക്കെ നമ്മൾ അവിടുത്തെ കുറേ മുന്നോട്ട് നടന്നു. അങ്ങനെ നല്ല തിരക്കുള്ള ദിവസമാണ്. ആക്ച്വലി മഴയൊക്കെ പെയ്യുന്നുണ്ട്, എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴി അമ്പലത്തിലൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് അങ്ങനെ നടന്നു. അങ്ങനെ നമ്മൾ കയറി ചെന്നത് ആ വഴി തന്നെയുള്ള ഒരു രാമചന്ദ്രയിലാണ്. അപ്പോൾ നമ്മൾ കുറേ സാരിയും കാര്യങ്ങളൊക്കെ നോക്കി. എനിക്കൊരു ആക്ച്വലി ഒരു ഡാവണി തയ്ക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പട്ടിൻ്റെ സാരി നോക്കിയായിരുന്നു, പക്ഷേ എനിക്ക് അവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കുർത്തീസിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത കുറേ ജോർജറ്റ് മെറ്റീരിയൽസിലൊക്കെ ഉള്ള കുർത്തീസ് ഒരുപാടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കണ്ണാടി എവിടെ കണ്ടാലും ഞങ്ങൾക്ക് 2 പേർക്കും പ്രാന്താണ്. ഞാനിവിടെ വീഡിയോ എടുക്കുമ്പോൾ അവളോട് സ്നാപ്ചാറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ മുന്നോട്ട് പോയി. മുകളിൽ ചെന്നപ്പോൾ കുട്ടികളുടെ സെക്ഷനാണ്, പക്ഷേ അവിടെ ഈ സാധനം കണ്ടത് നല്ല ഇഷ്ടപ്പെട്ടു. 100 രൂപയുള്ളതിന്. പിന്നെ താഴെ വീണ്ടും വന്നപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ സെക്ഷൻ പോയി. ഈ ചുരിദാർ മെറ്റീരിയൽസിനൊക്കെ മിക്കവാറും ഒരു 1000 രൂപയൊക്കെ ഉള്ളൂ. പേസ്റ്റൽ കളേഴ്സിൻ്റെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. ഇതിൽ ആ 4th വൺ പർപ്പിൾ കളറിലുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റുന്ന വൈബാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ പോയിട്ട് ഈ ലിഫ്റ്റിനകത്തേക്ക് കയറി. ലിഫ്റ്റ് അടയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ്. അതേ ഗൈസ്, നമ്മൾ ആ മുകളിലുള്ള ബ്രിഡ്ജിൻ്റെ മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബ്രിഡ്ജിൻ്റെ മുകളിൽ അവൾ ഇതുവരെയും കയറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴേക്കും കയറിയിട്ടുണ്ട്, പക്ഷെ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ഒരു ലിഫ്റ്റ് തുറന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ചെറിയ മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നു. സോ ഇവിടെ നോക്കിയപ്പോൾ മൊത്തം ട്രിവാൻഡ്രത്തിൻ്റെ ഒരു വൈബ് തന്നെ നമുക്ക് കിട്ടി. ആക്ച്വലി ഇതിലൂടെ ഒളിച്ചും പാത്തുമൊക്കെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മഴയുള്ളതുകൊണ്ട് നമുക്ക് ഈ മഴ കൊള്ളാതെ ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുക എന്ന് പറയുന്നത് ഒരു സൗകര്യം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വൈബ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ മുകളിലൊരു സംഭവം കണ്ടത്. അതായത് ട്രിവാൻഡ്രത്തുള്ള ഫേമസ് ആയിട്ടുള്ള പല സ്ഥലങ്ങളുടെയും ഹിസ്റ്ററി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളതൊക്കെ വായിച്ചു. അങ്ങനെ വായിച്ച് പിടിച്ച് താഴേക്ക് വരുമ്പോഴാണ് ആ ഗാന്ധി പാർക്ക്. ആക്ച്വലി ഈ ഗാന്ധി പാർക്കിൻ്റെ അടുത്തൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇതിനകത്തോട്ട് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് കയറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ല രസമുണ്ടായിരുന്നു. ആ ചെറിയ ചാറ്റൽ മഴയിൽ ആ ഒരു ലൈറ്റും അറേഞ്ച്മെൻറ്റൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അവിടെ സെൻറ്ററിൽ ചില്ലിൽ ഗാന്ധിജിയുടെ ഒരു ഫോട്ടോ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.